നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. BJP സംസ്ഥാന അധ്യക്ഷന്റെ പേരിലെന്ന വ്യാജേന സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പ്രചരിക്കുന്ന BJPയുടെ ഓഫീസ് സർക്കുലർ പൂർണ്ണമായും സത്യവിരുദ്ധമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സാമ്പത്തിക ക്രമക്കേടുകളും പാർട്ടിയിൽ നടന്നിട്ടില്ലെന്നും അത്തരം കണ്ടെത്തലുകൾ എവിടെയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവർക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. BJPയുടെ ഓഫീസ് സർക്കുലർ എന്ന പേരിൽ മറുനാടന് ആ പേപ്പർ കൊടുത്തത് മിക്കവാറും അഖിലാണ്ട മണ്ഡലം പ്രചാരക സുധീഷ് മിന്നിയായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അമേരിക്കയുടെയും ഇറാന്റെയും കടുത്ത സൈനിക നീക്കങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യൻ മേഖല കടുത്ത യുദ്ധഭീതിയിലേക്ക്. ഇന്ന് പുലർച്ചെയോടെ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ ഒരേ സമയം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയത് ജനങ്ങളെയും പ്രവാസികളെയും ആകെ പരിഭ്രാന്തിയിലാഴ്ത്തി. മേഖലയിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇറാനെ നേരിട്ട് ബന്ധപ്പെട്ട് സമാധാന ശ്രമങ്ങളുമായി ഖത്തർ സജീവമായി രംഗത്തുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ആക്രമിച്ച ഇറാന്റെ നടപടിയിൽ ഖത്തർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും സമാധാന ദൗത്യങ്ങളെ തകർക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി ഒരു സമാധാന ചർച്ച നടന്നാൽ ചായ വാങ്ങിക്കാനുള്ള കാശ് പോലും കയ്യിലില്ല എന്നും പാകിസ്ഥാനും ഇറാനെ അറിയിച്ചു. എത്രയായി? 18 രൂപ. അപ്പൊ 2 പഴം കൂടെ. ഇതോടെ എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു കേട്ടോ. എന്റെ കയ്യിലും തീർന്നു കേട്ടോ. അപ്പൊ പാലാ നഗരസഭയിൽ ഭരണപക്ഷത്ത് പ്രതിസന്ധി രൂക്ഷം. കോൺഗ്രസ് കൗൺസിലർമാർ ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കുന്നുവെന്ന പരസ്യ പ്രഖ്യാപനത്തിന് പിന്നാലെ നഗരസഭാ ചെയർപേഴ്സൺ ദിയ പിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. അവിശ്വാസം പാസ്സാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. പാലാ നഗരസഭയിൽ ഭരണപക്ഷത്തിൽ തർക്കം ഉടലെടുത്തിട്ട് 1.5 മാസത്തിലേറെയായി. ഈ സമയങ്ങളിലൊന്നും തന്നെ LDF അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ LDF അപ്രതീക്ഷിത നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ബിജു പാലു പടവനാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഭരണപക്ഷത്ത് ഭിന്നിച്ചു നിൽക്കുന്നവർ ആരെങ്കിലും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. അല്ലെങ്കിലും കുത്തിത്തിരിപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് LDFനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഉസ്ബെക്കിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ട മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയെന്ന് ബന്ധുക്കൾ. മതം മാറുന്നതിനായി സാവരിയയെ സഹപാഠി സദറുൽ അനം നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും തല മുതൽ കാലിന വരെ അടിച്ചു ചതച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. സാവരിയയുടെ ശരീരം മുഴുവൻ മുറിവുകളാണ്. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിരുന്നുവെങ്കിലും അവൾ അതിന് സമ്മതിച്ചിരുന്നില്ല എന്ന് സഹപാഠികൾ പറഞ്ഞറിഞ്ഞു. മൃതദേഹത്തിലെ മുറിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ചു തന്നു എന്നും അതിക്രൂരമായിട്ടാണ് സാവരിയെ കൊന്നതെന്നും ബന്ധുക്കൾ പറയുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് മാത്രമാണ് ഉസ്ബെക്കിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. സദറുൽ അനം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ജിഹാദി എന്ന് സംശയിക്കേണ്ട ഇനമാണ്. സാവരിയയ്ക്ക് ആദരാഞ്ജലികൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശനുമെതിരെ CPM ശക്തമായ അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തുന്നതിനിടെ സ്വന്തം പാർട്ടിയെയും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും തള്ളി മുതിർന്ന നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജൻ രംഗത്ത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൂർണ്ണമായും അനാവശ്യമാണെന്നും ഇത് കേരളത്തിന് ഒട്ടും ഗുണകരമല്ലെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേതൃത്വത്തിനെതിരെ പറഞ്ഞാൽ പാർട്ടി തനിക്കിപ്പോൾ എന്തെങ്കിലും ഗുണകരമായി ഉണ്ടാകുമെന്ന് സഖാവിന് അറിയാം. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാ രംഗത്തുമില്ലേ. കൂട്ടപ്പിരിച്ചുവിടലിൽ തൊഴിൽ വകുപ്പ് ഇടപെടലിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കോറോ കമ്പനിക്ക് തിരിച്ചടി. ഇടപെടൽ സമവായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നും ചർച്ചയിൽ പങ്കെടുക്കണമെന്നും കമ്പനിയോട് കോടതി നിർദ്ദേശിച്ചു. അതിനിടെ കമ്പനി ഓഫീസിലേക്ക് തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ജീവനക്കാരെ തെരുവിൽ നിർത്തി ചർച്ചയാകാമെന്ന നിലപാടുമായിട്ടാണ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ പുതിയ ലേബർ കോഡ് അനുസരിച്ച് മന്ത്രിതല ചർച്ച വരെ പിരിച്ചുവിടൽ മരവിപ്പിക്കാൻ തൊഴിൽ വകുപ്പിന് അവകാശമില്ലെന്നായിരുന്നു കമ്പനി വാദം. അല്ലെങ്കിലും മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് സമയം അത്ര ശരിയല്ല. അന്ന് വഴിയെ പോയ ചൂട് പായസം തലയിൽ വീട് ഇന്ന് കോറോ കമ്പനിയുടെ മുറ്റത്ത് ടെന്റ് അടിച്ച് കിടക്കേണ്ട അവസ്ഥയായി. ഇറാനിൽ പാലങ്ങളും റെയിൽവേ ട്രാക്കുകളും ചബഹർ തുറമുഖത്തെ കൺട്രോൾ റൂമും ഉൾപ്പെടെ ആക്രമിച്ച് അമേരിക്ക. ഏപ്രിൽ 8 വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് സിവിലിയൻ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. ഇറാനിൽ 14 പേർ മരിച്ചു. തിരിച്ചടിയായി ബഹ്റൈനിലും കുവൈറ്റിലും ഖത്തറിലും ജോർദാനിലും ഇറാൻ ആക്രമണം നടത്തി. ആണവായുധം ഉണ്ടാക്കില്ലെന്ന നിലപാടിൽ ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ ആലോചിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കി. അതിനിടെ സംസ്കാര ചടങ്ങുകൾക്കായി ആയത്തുള്ള അലി ഖമനേയിയുടെ മൃതദേഹം മഷ്ഹദിലെത്തിച്ചു.
ഇക്കണക്കിന് പോയ വലിയ താമസമില്ലാതെ മറ്റു പലരുടെയും മിച്ചവും ബാക്കിയാക്കി വൈകാതെ മഷത്തിലെത്തുന്ന ലക്ഷണമാണ്. ഇന്ത്യയുടെ ആണവോർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിർണായകമായി ഓസ്ട്രേലിയയുമായുള്ള വ്യാപാര കരാർ. ഇന്ത്യയുടെ ആണവ പദ്ധതിക്കായി ഓസ്ട്രേലിയ യുറേനിയം കൈമാറും. ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയം ഇന്ത്യയുടെ ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് പുതിയ വഴിത്തിരിവ് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെൽബണിൽ പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ സാധാരണമായൊരു ഊർജ്ജ കരാർ ആണ് എങ്കിലും അടുത്ത 20 വർഷത്തിനുള്ളിൽ ആണവോർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിക്ക് കൂടിയാണ് ഇത് അടിത്തറ നൽകുന്നത്. ആണവോർജ്ജം കൊണ്ട് പട്ടിണി മാറുമോ എന്ന് കുണ്ടന്നൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പൂമരം ചോദിച്ചു. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടന പുതിയ പിനാകെ ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂർ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു പരീക്ഷണം. പരീക്ഷണത്തിനിടയിൽ ആസൂത്രണം ചെയ്ത എല്ലാ വ്യോമ നീക്കങ്ങളും പൂർത്തിയാക്കിയ റോക്കറ്റ് മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ കൃത്യമായി സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് അതീവ കൃത്യതയോടെ പതിച്ചതായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. 60 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഈ അത്യാധുനിക റോക്കറ്റിന്റെ കൃത്യതയും പ്രവർത്തനവും ഇന്ത്യൻ സൈന്യം പരിശോധിച്ചത്. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഈ റോക്കറ്റ് വലിയൊരു നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് പാകിസ്ഥാൻ അന്താരാഷ്ട്ര പിച്ചക്കാരൻ അസിം മുനീർ. പതിമൂന്ന് വയസ്സുകാരുടെ വ്യാജ പീഡന ആരോപണത്തിൽ കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചെന്ന പരാതിയിൽ കൂടൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർക്കെതിരെ നടപടി. SI ജയമോനെ സ്ഥലം മാറ്റി. CIക്കെതിരെയുള്ള നടപടി DIG തീരുമാനിക്കും. കോന്നി CI ആണ് കൂടൽ സ്റ്റേഷന്റെ ചുമതല വഹിച്ചിരുന്നത്. അച്ചടക്ക നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി DIGക്ക് കൈമാറിയിട്ടുണ്ട്. കേസിൽ ഹൃദ്രോഗിയായ 20-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചെന്ന് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. കേസിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളടക്കം 6ഓളം പേരെയാണ് കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പത്തനാപുരത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന പാട്ടം സ്വദേശിയായ ഹൃദ്രോഗിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്വാർട്ടേഴ്സിൽ എത്തിച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത്. ജയ്മോനെ ഇപ്പോൾ നാട്ടുകാർ മറ്റെന്തൊക്കെയോ മോൻ എന്നാണ് വിളിക്കുന്നത് അത്രേ. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.